ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചോദിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാംഗോ ഫെസ്റ്റ് കാണാൻ പോയില്ല സ്റ്റോയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മാങ്ങ മേടിച്ച് ഞങ്ങൾ നല്ല അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ചട്ടിച്ചോറ് ഉണ്ടാക്കിയില്ലേ, ആ വീഡിയോയിലുള്ള അച്ചാറൊക്കെ ഇതായിട്ട് എല്ലാം കൂടിയിട്ട് ഒരു ദിവസം എല്ലാം ഉണ്ടാക്കിയെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിലിടാളതൊക്കെ മാറ്റി വെച്ചു കിട്ടാം. ഇങ്ങനെ ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ ക്യാരറ്റ്, അതുപോലെ നെല്ലിക്ക, ഈ മാങ്ങയും കൂടിയായി, പിന്നെ ഇത്തിരി പച്ചമുളക് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയൊക്കെ നല്ലപോലെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കാം, വലിയ കഷ്ണമൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ആക്കാം കേട്ടോ. ചെത്ത് വേണമെങ്കിൽ ചെത്താക്കാം, എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പി പി ഇല്ലാത്ത പേഷ്യൻ്റായി, കാരണം എപ്പോഴും ഇങ്ങനെ ഒരു സംഭവങ്ങൾ സ്റ്റോർ ചെയ്യാറുണ്ട്. ഉപ്പിലിട്ട സംഭവങ്ങൾ എൻ്റെ വീട്ടിലായാലും ഇവിടെ വന്നാലും ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. എനിക്ക് ഉപ്പ് ഒട്ടും ഒഴിച്ചിടാൻ പറ്റില്ല, അത്രയും ബി പി ലോ ആവണ പേഷ്യൻ്റാണ്. ബി പി ലോ ആയി കഴിഞ്ഞാൽ ഞാൻ തളർന്ന് വീഴും. അതുപോലെ തന്നെ കെട്ടി നല്ല ഹൈ ബി പിക്കാരനാണ്. അപ്പോൾ കെട്ടിയവനിങ്ങനെ അച്ചാറ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല. കഴിഞ്ഞ ദിവസം ചെറിയൊരു നമ്മുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു ചോദിച്ചു. അപ്പോൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയാൽ പോകുന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത മാങ്ങയിലാട്ടെ ഞാൻ പ്രാവശ്യം അച്ചാർ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, അതായത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാർ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ഇത്തിരി ലൂസാവാൻ വേണ്ടിയിട്ട്. അത് കാരണം നമുക്ക് ഒട്ടും എടുത്ത് വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ എടുത്ത് കഴിയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ പൊന്നും വില കൊടുത്ത് മേടിച്ചപ്പോൾ തന്നെ മേടിച്ചുള്ളതാട്ടെ വേപ്പിൻ്റെ ഇല. അപ്പോൾ നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതേ കറിയൊക്കെ കാച്ചുന്ന നേരത്താവും നമ്മൾ പറമ്പിലേക്ക് ഓടുക, പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഓടി വരിക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ അത് കൊടുന്ന് കഴുകി വെള്ളമൊക്കെ കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇരുന്ന സംഭവം വേണ്ട, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ് ഞാൻ ആ നേരത്തെ ഇട്ട് ഇതൊക്കെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് തന്നെ ഇട്ടിരുന്നത്. നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഒന്നും ഡയറക്റ്റ് ഇടാറില്ല ഞാൻ. അങ്ങനെ മുളക് പൊടി ഇട്ടു. ഇൻസ്റ്റൻറ്റ് അച്ചാർന്ന് പ്രത്യേകം പറയാം കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളൊരു അച്ചാർ മാത്രം. അങ്ങനെ കുറച്ച് കായും പൊടിയൊക്കെ എടുത്തിട്ടു ഞാനിതിൽ. അതേനെ കടുക് പൊട്ടിച്ചു, വേപ്പിൻ്റെ ഇല. ഇതിങ്ങനെ കേട്ടോ വേപ്പിൻ്റെ ഇല, അല്ലാണ്ട് നല്ലോണം മുരിഞ്ഞ് കഴിഞ്ഞാൽ വേപ്പിൻ്റെ ഇല മണം പോവും. അങ്ങനെ വേപ്പിൻ്റെ ഇല ഇതിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കിട്ടാം. അത്ര തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാർ ഇതാണ് കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ ശേഷം. താങ്ക് യു.